നമ്മൾ ഈ പ്രണയം എന്ന് പറഞ്ഞ അവസ്ഥയും പ്രണയം തോന്നുന്ന വ്യക്തിയും എന്ന് പറയുന്നത് എപ്പോഴും മാറും. പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, നമ്മുടെ അനുഭവാവസ്ഥയാണ്. പക്ഷെ ഈ പ്രണയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും പോസിബിൾ അല്ല. അത് സാധ്യമാക്കുന്ന ഘടകങ്ങൾ പലതുമാണ്. നമ്മൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ജീവിതത്തിനോടുള്ള വീക്ഷണങ്ങൾ, മക്കള്, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ നമ്മളെ നിർബന്ധിതരാക്കുന്ന കുറേ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ അതേസമയം ഈ മനുഷ്യർക്ക് പ്രണയം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മളോടുള്ള സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ നഷ്ടപ്പെടും ആ രണ്ട് മനുഷ്യർക്കുള്ളിൽ. പക്ഷെ അതിനെ നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനകത്ത് എനിക്ക് തോന്നുന്നത് കുറേ കൊടുക്കൽ വാങ്ങലുകൾ പതുക്കെ 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 അറ്റു പോകുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ഭംഗിയെ കെടുത്തുന്ന വിധത്തിൽ നമ്മുടെ പ്രണയവും ഇൻറ്റിമസികളും ഒക്കെ നഷ്ടപ്പെടും. ഈ ഒരു പോയിന്റിൽ എല്ലാ മനുഷ്യർക്കും വീണ്ടും ഒരു പ്രണയം വേണമെന്നും ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു ദീർഘകാലത്തെ ദാമ്പത്യത്തിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ഡ്രൈനെസ്, ഇമോഷണൽ ഗിവ് ആൻഡ് ടേക്സ് ഇല്ലായ്മ വന്നു. അപ്പോൾ നമ്മളെ ഉള്ളിൽ പക്ഷേ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. നമ്മളെങ്ങനെയാണ് ബന്ധങ്ങളെ സമീപിക്കേണ്ടത്. അപ്പം അന്നൊന്നും എനിക്കത് അക്സെപ്റ്റബിൾ ഒന്നും ആയിരുന്നില്ല. ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് അറിയുന്നില്ല എന്താണെന്ന്. പക്ഷെ പുള്ളി അതൊക്കെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്നും പറയുന്നൊരു കാര്യം, നോക്കൂ, ആരെങ്കിലും നമ്മുടെ ഉള്ളൊരു തേർഡ് പേഴ്സൺ വരികയാണെങ്കിൽ അതൊന്നും ഇത് അറിയിക്കാതെ നോക്കണം. ഇൻകേസ് അറിയുകയാണെങ്കിൽ നമ്മൾ പാർട്ട് ചെയ്യേണ്ടി വരും. ഇത് വളരെ അതൊക്കെ തുടക്കത്തിലല്ല, മേ ബി ഒരു 3-4 കൊല്ലത്തിനകത്തൊക്കെ. കാരണം ഞങ്ങൾ അന്ന് ജീവിക്കുമ്പോഴും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ബാലുവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു പൊസസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാതരം ഇടപെടൽ, അതായത് നമ്മൾ ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്ന ഒരാളല്ല. ആൾക്ക് തന്നെ സ്വയം വ്യക്തിപരമായ ഒരുപാട് ഫ്രീഡം ആവശ്യമുള്ള ഒരാളാണ്. ആള് ബൗണ്ടറീസ് വളരെ കൃത്യമാണ്. അപ്പോൾ ആളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. പുള്ളിക്ക് ഒരുപാട് ഫ്രീ ടൈം വേണം, പുള്ളിയുടെ ബൗണ്ടറീസ് വളരെ പക്കയാണ്. പുള്ളി ഐസൊലേറ്റഡ് ആയി, അതായത് ആൾക്ക് ആളുടെ കുറേ എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓൺ സ്പേസിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിലേക്കൊക്കെ വേറെ ഒരാളെ ഏത് വിധത്തിൽ ഇടപെടാനൊന്നും അനുവദിക്കില്ല. നമ്മൾ ആ സ്പേസ് അങ്ങനെ തന്നെ മനസ്സിലാക്കി ജീവിക്കുന്നവരാ. അപ്പം അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കുള്ളിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നല്ലോ. എനിക്കത് അങ്ങനെ ഓക്കെ ആയിരുന്നു. ഞാൻ ഓക്കെ, ഞാൻ അല്ല, നമ്മൾ ആ സ്പേസിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു പുള്ളി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആള് പാട്ട് കേൾക്കും, കുറേ നല്ല നല്ല പാട്ടുകൾ കേൾക്കും. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനത്തെ പാട്ട്, ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്സ് ആണെങ്കിലും കുറേ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്സ് ആണെങ്കിലും ഒക്കെ പരിചയപ്പെടുന്നത് അങ്ങനെ. ഇപ്പം എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ സാക്സോഫോണൊന്നും കേട്ടിട്ടേ ഇല്ല. നമ്മളാകെ റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് അല്ലെങ്കിൽ കാസറ്റിലുള്ള പാട്ട് എന്നല്ലാതെ നമ്മളൊന്നും കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഞാനതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്ക് അങ്ങനെ ഔട്ട് ഗോയിങ് അല്ല, സോഷ്യലൈസേഷൻ ഒന്നും അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ അതിലിപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആളെ അക്കോമഡേറ്റ് ചെയ്യില്ല. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 1 man 1 woman എന്നുള്ള റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഇദ്ദേഹം അല്ലാണ്ട് പിന്നെ ആരുണ്ടാവും? ഞങ്ങൾ 9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ കൂടെ സിനിമയ്ക്ക് വരാൻ, കടപ്പുറത്ത് പോകാൻ നമ്മുടേതായ ഒരേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു ഇണയോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിൻ്റെ സാധ്യതകളുണ്ടല്ലോ. അപ്പം ഇതൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ബിറ്റർനെസ് ഉള്ളിലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്ലി ആയിരുന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം ഇങ്ങനെ ആയിരിക്കും എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, കാരണം ഞങ്ങൾ ഒത്തിരി നാളൊന്നും പ്രേമിച്ച് നടക്കുന്ന ആളുകളായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പിന്നെ പുള്ളി പുറത്തു പോകാനുള്ള തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും 4 വർഷമൊക്കെ കേട്ടേ വരുള്ളൂ, മോസ്കോയിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ 18-20 വയസ്സിനകത്ത് പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുക്കും. അപ്പം ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. വീട്ടിൽ വന്നൊക്കെ ആൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഓക്കെ അല്ല. പക്ഷെ എൻ്റെ ചേട്ടനാണെങ്കിൽ അപ്പച്ചനോടും അമ്മയോടൊക്കെ പറഞ്ഞു, ഇവളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ആലോചനയൊക്കെ കൊണ്ടുവന്ന് കെട്ടിക്കേണ്ട കാര്യമൊന്നും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ബാലും കൂടെ തീരുമാനിച്ചു, പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാമെന്ന്. അതിന് രജിസ്റ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പരിചയപ്പെടുമ്പോഴത് പ്രണയത്തിലേക്കൊന്നും വളർന്നില്ല. എൻ്റെ മനസ്സിൽ ഇത് വലിയൊരു ചേട്ടനല്ലേ, എനിക്ക് പ്രേമുണ്ട്, പക്ഷേ ഈ ചേട്ടൻ എന്നോട് പ്രേമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരാധന ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഇങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ പ്രേമം അങ്ങോട്ട് പറയുന്ന ഒരു ആളും അല്ല. എനിക്ക് അതൊക്കെ എക്സ്പ്രഷൻ പറയണം തീർച്ചയായിട്ടും. സെലക്ട് ചെയ്തെങ്കിലും അങ്ങനെ അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് പിന്നീട് കാണുന്നത്. അപ്പം അന്നേരം നമ്മൾ സംസാരിക്കുന്നു,
ബാലുവിൻ്റെയും കുറേ തോട്ട് പ്രോസസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലു അന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വിത്തിൻ 3-4 മന്ത്സിൽ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്രയും അടുത്തൊന്നുമല്ലല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് ആ കാലത്തൊക്കെ 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. വളരെ പെരിഫറൽ. അവന് ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കോൺഫ്ലിക്ട്സിനൊക്കെ ക്ലാരിറ്റി ഉള്ള ഒരു കാര്യമാണ് പുള്ളി പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു പാർട്ട്ണറല്ലേ വേണ്ടത്. പിന്നെ നമ്മൾ വിപ്ലവകാരിയാണല്ലോ